ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പറയാനായിട്ട് പോണത് തിയോഡലൈറ്റിലെ സിംഗിൾ പ്ലെയിൻ മെത്തേഡ് വെൻ ബേസ് ഈസ് ഇനാക്സസിബിൾ. ബേസ് നമുക്ക് ആക്സസിബിൾ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. ബേസ് ഇനാക്സസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ബേസ് നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ ഹില്ല് ഒക്കെ വരുമ്പോഴാണ് നമുക്കിത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ഇപ്പോൾ ഫീൽഡിൽ നിന്ന് നമുക്ക് ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. θ1 θ2 തിയോഡലൈറ്റ് വെച്ചിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഡിസ്റ്റൻസ് നമുക്ക് ആക്സസിബിൾ ആയിട്ട് കിട്ടില്ല. ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഈ മെത്തേഡിൻ്റെ പേര് സിംഗിൾ പ്ലെയിൻ മെത്തേഡ് എന്നാണ്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ലെവലിംഗ് സ്റ്റാഫ് വേണം, തിയോഡലൈറ്റ് വേണം. അപ്പോൾ ഞാനിവിടെ ബെഞ്ച് മാർക്ക് 100 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് എയിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എ എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ എയിൽ കൊണ്ടുവയ്ക്കുക, ഇൻസ്ട്രുമെൻറ്റ് സെറ്റപ്പ് ചെയ്യുക, ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക, പാരലാക്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുക. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവലൊക്കെ ചെയ്യണം. ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ സെറ്റിംഗ് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ബെഞ്ച് മാർക്കിലേക്ക് ഫസ്റ്റ് റീഡിങ് എടുക്കുക. എന്നിട്ട് അത് S1 മാർക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീൽഡ് ബുക്കിൽ S1 മാർക്ക് ചെയ്യുക. ലെവലിംഗ് സ്റ്റാഫിലേക്ക് റീഡിങ് എടുത്തിട്ട് റീഡിങ് എടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ആംഗിൾ മെഷർ ചെയ്യുക. ഇൻസ്ട്രുമെൻറ്റിൽ 180 ഡിഗ്രി സെറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് ആ ആംഗിൾ മെഷർ ചെയ്യുക കറക്റ്റായിട്ട്. എന്നിട്ട് ആംഗിൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഫേസ് ലെഫ്റ്റും ഫേസ് റൈറ്റിലും ആംഗിൾ മെഷർ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസിറ്റ് ചെയ്തിട്ട് ആ ടെലിസ്കോപ്പിൽ കൂടെ നോക്കിയിട്ട് ആ എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ സെയിം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ സെയിം വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെ അടുത്ത ഇൻസ്ട്രുമെൻറ്റ് വെക്കണം. അപ്പോൾ ചെരിഞ്ഞു പോകാനൊന്നും പാടില്ല. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ടെലിസ്കോപ്പ് ട്രാൻസിറ്റ് ചെയ്തിട്ട് ആ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ലെങ്ത്ത് ഒരു 10 മീറ്ററോ 15 മീറ്ററോ ഇഷ്ടമുള്ള ലെങ്ത്ത് അടുത്ത ഒരു ബി സ്റ്റേഷൻ പെഗ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ റേഞ്ചിങ് റോഡ് വെച്ചിട്ട് അവിടെ ഒരാൾ പോയിട്ട് പിടിക്കുക, ഒരു സ്റ്റാഫ് മാൻ പോയിട്ട് പിടിക്കുക. നിങ്ങൾ ടെലിസ്കോപ്പിൽ കൂടെ നോക്കിയിട്ട് അത് കറക്റ്റ് ആ ട്രാൻസിറ്റ് ചെയ്ത് കറക്റ്റ് ഓപ്പോസിറ്റ് അതിൽ കാണുമ്പോൾ അവിടെ മാർക്ക് ചെയ്യുക. ടെലിസ്കോപ്പ് ട്രാൻസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്താൽ ടെലിസ്കോപ്പ് ട്രാൻസിറ്റ് ആവും. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് കറക്റ്റ് ആ ഒരു ലൈനിൽ തന്നെ ഇത് വരണം. അതാണ് സിംഗിൾ പ്ലെയിൻ മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. 2 ഇൻസ്ട്രുമെൻറ്റും ഒരൊറ്റ ലൈനായിട്ട് വരണം. അപ്പോൾ നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുക, ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുക. ലെവൽ ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് അപ്പോൾ ബിയിലേക്ക് എത്തിയെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നേരെ ഒരു സ്റ്റാഫ് റീഡിങ്ങിലേക്ക് ബെഞ്ച് മാർക്കിലേക്ക് റീഡിങ് എടുക്കുക. എന്നിട്ട് S2 എന്ന് പറഞ്ഞിട്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കുക, ഫീൽഡ് ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ θ2 മെഷർ ചെയ്യാണ്. 180 ഡിഗ്രി സെറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് അത് തീറ്റ മെഷർ ചെയ്യുക. എന്നിട്ട് θ2 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് θ1 ഉണ്ട്, θ2 ഉണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ എന്ന് നോക്കിയിട്ട് അത് മെഷർ ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ ഒരു 10 മീറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ D എന്ന് പറഞ്ഞിട്ട് ഒരു 10 മീറ്റർ മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ഓട്ടോകാഡിൽ വരച്ചതാണ്, നിങ്ങൾക്ക് കൂടുതലും കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അടുത്ത ഇക്വേഷൻ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ tan θ2 +or- tan θ1 - tan θ2. ഈ പ്ലസ് സൈൻ എപ്പോഴാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എ സ്റ്റേഷൻ ബീനേക്കാളും ഹൈറ്റ് കുറവായിട്ടിരിക്കുമ്പോൾ പ്ലസ് സൈൻ യൂസ് ചെയ്യണം. മൈനസ് സൈൻ യൂസ് ചെയ്യേണ്ടത് എ സ്റ്റേഷൻ ബീനെ വെച്ച് നോക്കുമ്പോൾ ഹൈറ്റ് കൂടുതലായിട്ടിരിക്കുമ്പോൾ മൈനസ് സൈൻ യൂസ് ചെയ്യണം. ഇപ്പോൾ എ ബീനേക്കാളും ഹൈറ്റ് കൂടുതലാകുമ്പോൾ മൈനസ് യൂസ് ചെയ്യണം. എ ബീനേക്കാളും ഹൈറ്റ് കുറവാകുമ്പോൾ പ്ലസ് യൂസ് ചെയ്യണം. ഇക്വേഷനിൽ പ്ലസ്സോ മൈനസോ അപ്ലൈ ചെയ്ത് കൊടുക്കണം സിറ്റുവേഷൻ അനുസരിച്ച്.
അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കാം. ഒന്നുകൂടി പറഞ്ഞുതരാം. എ സ്റ്റേഷൻ ബി സ്റ്റേഷനേക്കാളും ഹൈറ്റ് കൂടിയിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ മൈനസ് യൂസ് ചെയ്യുക, ഹൈറ്റ് കുറഞ്ഞിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ പ്ലസ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡി ഡിസ്റ്റൻസ് കറക്റ്റ് കിട്ടും. അപ്പോൾ ഈ ഡി ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈറ്റ് H1 H2 കണ്ടുപിടിക്കാം. H2 കണ്ടുപിടിക്കാനായിട്ട് ഡി പ്ലസ് സ്മോൾ ലെറ്റർ ഡി ടാൻ θ2 ചെയ്താൽ മതി. H1 കണ്ടുപിടിക്കാൻ ഡി ടാൻ θ1 ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ഇമേജ് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ട് നോട്ട്ബുക്കിലൊക്കെ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പീൻ്റെ RL കണ്ടുപിടിക്കണമെങ്കിൽ, RL ഓഫ് പി കണ്ടുപിടിക്കണമെങ്കിൽ ഒരു എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ S1 - S2 ചെയ്താൽ മതി. ഒരു ഡി ക്യാപിറ്റൽ ലെറ്റർ ഡിയുടെ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എസ് കൂടി ഉണ്ട്. എസ് കണ്ടുപിടിക്കാനായിട്ട് S1 - S2 ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പോൾ RL ഓഫ് പി കാണണമെങ്കിൽ RL ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് S1 പ്ലസ് H1 ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് കൂടി ചെയ്യാം. RL ഓഫ് പി കണ്ടുപിടിക്കാൻ RL ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് S2 പ്ലസ് H2 ചെയ്താൽ മതി. അല്ലെങ്കിൽ RL ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് S1 പ്ലസ് H1, രണ്ട് മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ഈ ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സർവേ ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് എത്തി. അപ്പോൾ ഞാനിതൊക്കെ ഫീൽഡിൽ പോയിട്ട് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. 2-3 തവണ ചെയ്ത് കറക്റ്റ് ആൻസറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ കണ്ടൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് കാണിക്കണോ, ഞാൻ ചെയ്ത് വെച്ച പ്രോബ്ലംസൊക്കെ ഉണ്ട്, അത് ചെയ്ത് കാണിക്കണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ബൈ ഗൈസ്.